أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله 23-ാമത്തെ ആയത്ത് സൂറത്തുൽ മുൽക്കിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദ ഖലീലൻ മാ തഷ്കുറൂൻ. ഇതാണ് ആയത്ത്. ഇതിൽ കുൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിയൽ അംറാണ്, കമാൻഡ് ടെൻസ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അഭിസംബോധന ചെയ്യാണല്ലോ, ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട് കുൽ, നീ പറയുക അവരോട്. അപ്പോൾ ഇതുവരെ ഒരുപാട് റിട്ടോറിക്കലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം മുതലേ ഉണ്ടല്ലോ, നേരിട്ടാണ് ചോദിക്കുന്നത്. ഇവിടുന്ന് ഇനി അവസാനം വരെ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഒരു കുൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കൂ, അവരോട് ചോദിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇപ്പോൾ കോല യക്കൂലു കുൽ, അപ്പോൾ കോല എന്നല്ലെങ്കിൽ അവൻ പറഞ്ഞു, യക്കൂലു അവൻ പറയുന്നു, കുൽ എന്നല്ലെങ്കിൽ നീ പറയൂ അല്ലെങ്കിൽ നീ ചോദിക്കൂ. കുൽ ഹുവ, അവൻ ആണ് ഹുവാന്റെ അർത്ഥം. അല്ലദീ, ആരാണോ അവൻ, അൻഷഅകും എന്നല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചവൻ. അൻഷഅകും എന്ന് പറഞ്ഞിട്ട് അവസാനം വരുന്ന കും, അത് റെഫർ ചെയ്യപ്പെടുന്നത് എല്ലാവരോടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് കുൽ ഹുവല്ലദീ, എന്നിട്ട് അവരോട് പറയാണ് ഹുവല്ലദീ അൻഷഅകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവനും. എന്നിട്ട് വാ എന്നല്ലെങ്കിൽ എന്നിട്ട് ജാല എന്നല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫീൽ മാലി. ജാല സൃഷ്ടിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ജാല ലക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് സമ എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾവി. ബസറ എന്നല്ലെങ്കിൽ കാണുക എന്നുള്ളതാണ്. അവനാണ് പിന്നെ നിങ്ങളെ സൃഷ്ടിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും തരുകയും ചെയ്തവനും. പിന്നെ വലഅഫ്ഇദ, ഓരോ പ്രാവശ്യം വാ വരുമ്പോൾ അത് ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് എന്ന് പറയുന്നത്. വലഅഫ്ഇദ, ഫുഹാദ് എന്നൊക്കെ പറയുന്ന ഈ നമ്മൾ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട്. ഇനി അറബിക്കിൽ ഒരുപാട് ഖുർആനിൽ കുറേ സ്ഥലത്ത് വേറെ വേറെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാണാം. ഖൽബ് എന്ന് പറയും, സുദൂർ എന്ന് പറയും, ഇവിടെ ഇപ്പോൾ ഫുആദ് എന്ന് പറയും. അപ്പോൾ ഫുആദ് അഫീദ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറലാണ്, ബഹുവചനാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ, അപ്പോൾ എങ്ങനത്തെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ഫുആദ് എന്ന് പറയുന്നത് റെഫർ ചെയ്യപ്പെടുന്നത് നമ്മൾ ഇന്റലിജന്റും ഇമോഷൻസും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഹൃദയത്തെ സൃഷ്ടിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത്. അടുത്ത സെഗ്മെന്റിൽ ഈ ആയത്തിന്റെ ഇവിടെ നമുക്ക് നിർത്താൻ ഒരു പെർമിഷൻ ഉണ്ട്. അടുത്ത സെഗ്മെന്റിൽ ഖലീലൻ മാ തഷ്കുറൂൻ, ഖലീൽ എന്നല്ലെങ്കിൽ വളരെ കുറച്ച്, കസീറൻ എന്ന് പറയുന്നതാണ് കൂടുതൽ എന്ന് പറയുന്നത്. ഖലീൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. അതാ പറയുന്നത് ഖലീലൻ, എന്താണ് കുറച്ച്? മാ തഷ്കുറൂൻ, വളരെ കുറച്ച്. ഷുക്റിന്റെ ഇതെന്നാണ് ഷാക്കാറ എന്ന് പറയുന്ന റൂട്ട് ലെറ്റർ എന്നാണ് ഈ തഷ്കുറൂൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ താ ബിഗിനിങ്ങും ഊന എൻഡിങ്ങുമാണ് ഈ തഷ്കുറൂൻ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഇത് സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഖലീലൻ മാ തഷ്കുറൂൻ, വളരെ കുറച്ച് നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ജനങ്ങളോട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾക്ക് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങൾ ഇവിടെ എടുത്തു പറയുന്നത് 3 അനുഗ്രഹങ്ങളാണ്. കേൾവി ശക്തിയും കാഴ്ച ശക്തിയും, കാണാനുള്ള ഇതും, പിന്നെ നമ്മളെ ചിന്തിക്കാനും ആ ഇമോഷൻസ് ഫീൽ ചെയ്യാനും. നമുക്കൊരു സ്നേഹം, ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം, ഒരു എല്ലാ ഇമോഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ അള്ളാഹുവിൻ്റെ ആ ഒരു സൃഷ്ടിപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫീലിങ്ങിന് അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഇഷ്ടമാണെങ്കിലും എന്താണെങ്കിലും അത് എങ്ങനെയാണ് അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? ഇപ്പം ഈ 3 അനുഗ്രഹങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആയത്തിനെ ആഴത്തിൽ ചിന്തിക്കാനും അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാനും മെസ്സേജ് ഉൾക്കൊള്ളാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഉദാഹരണത്തിന് നമുക്ക് നമ്മളെ കാഴ്ച ശക്തിയും നമ്മളെ കേൾവി ശക്തിയും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആ തോന്നുന്ന ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസ് ആ ഫീൽ ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അതൊക്കെ അള്ളാഹുവിലേക്ക് നന്ദിയോടെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും? നല്ല കാര്യങ്ങൾ കേൾക്കുക, ഖുർആനത്താണെങ്കിലും അവനെ കുറിച്ചിട്ട് പറയുന്നതാണെങ്കിലും തൗഹീദാണെങ്കിലും മറ്റേ ഈ ദീനിപരമായ ഇസ്ലാമികമായിട്ടുള്ള ഇതൊക്കെ വെച്ച് നമ്മൾ ആ ചെവിനെ നമ്മൾ ഫില്ല് ചെയ്യുക. അത് അള്ളാഹുവിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് നമ്മൾ ആ നന്ദി. അതുപോലെ കാണുന്ന കാര്യങ്ങളാണെങ്കിലും ഖുർആനത്താണെങ്കിലും നമ്മൾ ആ കണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഇൽമ് നേടാനും വായിച്ച് മനസ്സിലാക്കാനും ആഴത്തിൽ അള്ളാഹുവിനെ അറിയാനും ഉപയോഗിക്കുമ്പോൾ അത് അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ച് ഒരു ശുക്ർ, അൽഹംദുലില്ലാ. പിന്നെ ആ ഇമോഷൻസ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നമുക്ക്
ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ട് ഇതായിട്ട് അള്ളാഹുവിനെ നമുക്ക് മാറ്റാൻ നമുക്ക് പറ്റണം. നമ്മൾ സ്വന്തം മാതാപിതാക്കളെക്കാളും നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനേക്കാളും ഈവൻ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ റബ്ബിനാണ്. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി ഫാമിലി, നമ്മുടെ പേരൻസ്, പിന്നെയാണ് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അനുഗ്രഹിച്ച് തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ, അത് കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും നമ്മുടെ ഹൃദയമാണെങ്കിലും ഒക്കെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട രീതിയിൽ അള്ളാഹുവിലേക്ക് നന്ദി ശുക്ർ കാണിച്ചുകൊണ്ട്, പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഒരു ചെറിയൊരായുസ്സിൽ ഈ ഒരു ടെസ്റ്റ് പാസ്സായവരുടെ കൂട്ടത്തിൽ പാസ്സായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രീതിയിൽ വിജയിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.